അസ്സലാമു അലൈക്കും. 6-ാം ക്ലാസ്സിൻ്റെ അറബി പാഠപുസ്തകം 3-ാമത്തെ യൂണിറ്റ് 52-ാമത്തെ പേജാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഈ ഭാഗത്ത് വരുമ്പോൾ നമ്മുടെ 52-ാമത്തെ പേജിൽ മുകളിൽ ഒരു ചിത്രം കൊടുത്തതായിട്ട് കാണാം. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ രൂപത്തിലുള്ള ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫുട്ബോളിൻ്റെ ടീമിലുള്ള അംഗങ്ങൾ അല്ലെങ്കിൽ കളിക്കാരുടെ വ്യത്യസ്ത പൊസിഷനുകൾ, അവർ അറിയപ്പെടുന്ന അല്ലെങ്കിൽ അവർ കളിക്കുന്ന സ്ഥലത്തെ അനുബന്ധിച്ചു കൊണ്ടുള്ള അവരുടെ റോളിനെ അനുബന്ധിച്ചു കൊണ്ടുള്ള പേരുകളാണ് അവർക്കുള്ളത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ വന്നിരിക്കുന്നത് ഹക്കമുൽ മുബാറാത്ത്. ഹക്കമുൽ മുബാറാത്ത് 1 എന്നുള്ള നമ്പർ നമുക്കിവിടെ നോക്കാം. ഹക്കമുൽ മുബാറ ഇയാളാണ്. അപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന ആൾക്ക് പറയുന്ന പേര് റഫറിയാണത്. ഹക്കമ് വിധികർത്താവ് എന്നാണ് അർത്ഥം. അൽ മുബാറാത്ത് മത്സരത്തിൻ്റെ വിധികർത്താവ്, അതായത് മത്സരത്തിൽ ആവശ്യമായ തീരുമാനങ്ങൾ എടുക്കുന്ന അദ്ദേഹത്തെ, ആ മത്സരത്തെ നിയന്ത്രിക്കുന്ന ആൾക്ക് ഹക്കമുൽ മുബാറാത്ത്, അത് ഫുട്ബോളിൽ റഫറിയാണ്. രണ്ടാമത്തത് ഹാരിസുൽ മർമ. ഹാരിസുൽ മർമ നമുക്കിവിടെ കാണാം. ഗോൾ പോസ്റ്റിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. മർമ ഗോൾ പോസ്റ്റ്, ഹാരിസ് കാവൽക്കാരൻ. ഹാരിസുൽ മർമ ഗോൾ കീപ്പർ, നമ്മൾ ഗോളി എന്ന് പറയുന്ന ആളാണ്. മൂന്നാമത്തത് മുദാഫി. ഇവിടെയാണ് നമ്മുടെ മുദാഫി ഉള്ളത്. ഇതും അതിൻ്റെ തൊട്ടതേ നിലയിൽ വരുന്ന ആൾ. രണ്ടുപേരും മുദാഫിയാണ്. മുദാഫി ഡിഫൻഡറാണ്. ഡിഫൻഡർ, പ്രതിരോധിക്കുന്ന ആൾ. നാലാമത്തെ വരുന്നത് മുഹാജിമാണ്. ഇവിടെ കാണാം മുഹാജിം. ഈ രണ്ടുപേരും മുഹാജിമുകളാണ്. മുഹാജിം അറ്റാക്ക് ചെയ്യുന്ന ആളാണ്. സ്ട്രൈക്കർ എന്ന് പറയും. മുഹാജിം അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർ. അപ്പത്തത് ലാഇബുൽ വസത്ത്. ഇവിടെയാണ് ലാഇബുൽ വസത്ത് ഉള്ളത്. തൊട്ടതിൻ്റെ കൂടെയുള്ളതും ലാഇബുൽ വസത്താണ്. ലാഇബുൽ വസത്ത് മിഡ് പ്ലെയർ ആണ്. കളത്തിൻ്റെ മധ്യഭാഗത്ത് കളിക്കുന്നവരാണ് മിഡ് പ്ലെയർ. ഇത്രയും വാക്കുകളാണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട റോളുകളായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ളത്. തൊട്ട് താഴെ വരുമ്പോൾ നഖ്റഉ വനഫ്ഹം. നഖ്റഉ വനഫ്ഹം. ഇവിടെ ഒരു ബോക്സിൽ ചില വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. യൽഅബുൽ വലദു ഫിൽ മൈദാൻ. നളറൽ ലാഇബു ഇലൽ മർമ. തജ്രി അൽ ഖുറതു ഫിൽ മൽഅബ്. വസലത്ത് ഫാത്തിമ ഇലൽ മദ്റസ. ഇതിൽ ചില വാക്കുകൾ ചുവന്ന നിറത്തിൽ അടയാളപ്പെടുത്തിയത് കാണാം. ഒന്നാമത്തെ വാക്കാണ് യൽ അബു, കളിക്കുന്നു. അൽ വലദു ഫിൽ മൈദാൻ, ഈ മൈതാനത്ത് കളിക്കുന്നു. രണ്ടാമത്തത് നളറൽ ലാഇബു ഇലൽ മർമ. നളറ നോക്കി, അൽ ലാഇബ് കളിക്കാരൻ, പ്ലെയർ, ഇലൽ മർമ ഗോൾ പോസ്റ്റിലേക്ക് നോക്കി. മൂന്നാമത്തത് തജ്രി അൽ ഖുറതു ഫിൽ മൽഅബ്. തജ്രി നടന്നു എന്നാണ്. തജ്രി അൽ ഖുറതു ബോൾ ഉരുണ്ടു എന്നാണ്. ഫിൽ മൽഅബ് കളിസ്ഥലത്ത് ബോൾ എന്ത് ചെയ്തു? ഉരുണ്ടു. വസലത്ത് ഫാത്തിമ ഇലൽ മദ്റസ. വസലത്ത് എത്തി, ഫാത്തിമ എത്തി, ഇലൽ മദ്റസ സ്കൂളിലേക്ക് എത്തി. ഈ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകളുടെ ജുംലകളുടെ പ്രത്യേകത, അവയെല്ലാം തുടങ്ങിയിരിക്കുന്നത് ഫിഇൽ കൊണ്ടാണ്. ഒന്നാമത്തതിൽ യൽ അബു ആണ്, രണ്ടാമത്തത് നളറയാണ്, മൂന്നാമത്തത് തജ്രിയാണ്, നാലാമത്തത് വസ്വലത്താണ്. ഫിഇൽ കൊണ്ട് തുടങ്ങുന്ന ജുംലകളെ, സെൻറ്റൻസുകളെ ജുംലത്തുൽ ഫിഇലിയ എന്നാണ് പറയുന്നത്. ഫിഇൽ കൊണ്ട് തുടങ്ങുന്ന ജുംലകളെ ജുംലത്തുൽ ഫിഇലിയ എന്ന് പറയുന്നു. താഴെ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം കാണാം. നുറാജിഉൻ നസ്സി വനഖ്താറു മിൻഹുൽ ജുംലത്തുൽ ഫിഇലിയ. നുറാജിഉൻ നസ്സി, നമുക്ക് പാഠത്തിലേക്ക് മടങ്ങാം. വനഖ്താറു മിൻഹു, അതിൽ നിന്ന് നമുക്ക് കണ്ടെത്താം. അൽ ജുംലത്തുൽ ഫിഇലിയ, ജുംലത്തുൽ ഫിഇലിയകൾ കണ്ടെത്താം. അപ്പോൾ ചിലതിൻ്റെ തുടക്കം നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് യർതഫിഉ എന്നാണ്. യർതഫിഉ കൊണ്ട് തുടങ്ങുന്ന ഒരു ജുംല നമ്മുടെ പാഠഭാഗത്തുണ്ടാകും. ഒന്നാമത്തെ വരിയിൽ തന്നെ നമുക്കതിനെ കാണാം. യർതഫിഉ സിയാഹ്, ആരവമുയർന്നു.
യർത്തഫിഉ സിയാഹ്. രണ്ടാമത്തത് ലറബ എന്നാണ്. മൂന്നാമത്തെ വരിയിൽ നമുക്കതിനെ കാണാം. ഇസ് ലറബ എന്നാണ് ആ വരിയിലുള്ളത്. നമുക്ക് ലറബ കൊണ്ട് മാത്രം തുടങ്ങിയാൽ മതി. ലറബ സൽമാൻ, സൽമാൻ അടിച്ചു. ബിരിജിലിഹിൽ യുംന, അവൻ്റെ വലത്തെ കാല് കൊണ്ട് അടിച്ചു. അപ്പോൾ ലറബ അടിച്ചു എന്നുള്ള വാക്കാണ് വരുന്നത്. ഇനി ഇതുപോലെ ഒരു 3 നമ്മൾ കണ്ടെത്തി എഴുതണം. അപ്പോൾ ഫിഇൽ കൊണ്ട് തുടങ്ങുന്ന ഏതെങ്കിലും 3 നമുക്ക് എടുക്കാം. പാഠഭാഗത്ത് 1-ാമത്തെ വരിയിൽ അവസാനത്തിലായിട്ട് യതമവ്വജുൽ മുഷാഹിദൂൻ, യതമവ്വജുൽ മുഷാഹിദൂൻ, യതമവ്വജു ഇളകി മറിഞ്ഞു, അൽ മുഷാഹിദൂൻ കാണികൾ. ഫിഇൽ കൊണ്ടാണ് തുടങ്ങുന്നത്. യതമവ്വജു എന്നത് ഒരു ഫിഇലാണ്, ഇളകി മറിഞ്ഞു. അടുത്തത് അതിൻ്റെ തൊട്ടുടനെ വരുന്നത് യുസാരിഉ സൽമാൻ ബിൽ ഖുറത്തി ഇലൽ മർമ. യുസാരി വേഗത്തിൽ പോകുന്നു. സൽമാൻ, സൽമാന് ബിൽ ഖുറത്തി ഇലൽ മർമ, ആ ബോളും കൊണ്ട് ഗോൾ പോസ്റ്റിലേക്ക് വേഗത്തിൽ പോകുന്നു. അതിൻ്റെ തൊട്ടടുത്ത വരുന്ന സെൻറ്റൻസ് തന്നെ നമുക്ക് അടുത്തതായിട്ട് എടുക്കാം. നളറ ഇലൽ ജാനിബിൽ ഐമൻ വൽ ഐസർ. നളറ നോക്കി, ഇലൽ ജാനിബിൽ ഐമൻ വലതുഭാഗത്തേക്കും, വൽ ഐസർ ഇടതുഭാഗത്തേക്കും. വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും അവൻ നോക്കി. അവസാനത്തതിൻ്റെ തുടർന്ന് വരുന്ന ജുംലയുടെ ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ ഫിഇൽ മാത്രമേ നമ്മൾ എഴുതേണ്ടതുള്ളൂ. അൽ ഫരീഖു ഫിൽ മൈദാൻ എന്നാണ് കൊടുത്തിരിക്കുന്നത് പാഠഭാഗത്ത്. 2-ാമത്തെ പാരഗ്രാഫിലെ 2-ാമത്തെ വരിയിൽ കാണാം ഇജ്തമ അൽ ഫരീഖു ഫിൽ മൈദാൻ, ഇജ്തമ അൽ ഫരീഖു ഫിൽ മൈദാൻ. ഇവിടെ ബഅദ ഖലീലിൻ ഇജ്തമ അൽ ഫരീഖു ഫിൽ മൈദാൻ എന്നാണ് പാഠഭാഗത്ത് കാണുന്നത്. അതുപോലെ ലറബ എന്നിടത്ത് നമ്മൾ എഴുതിയെടുത്ത് ഇസ് ലറബ സൽമാൻ എന്നാണ് നമുക്ക് കാണുന്നത്. അതുപോലെ യതമവ്വജുൽ മുഷാഹിദൂൻ എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. പാഠഭാഗത്ത് വയതമവ്വജുൽ മുഷാഹിദൂൻ എന്നാണ് നമ്മൾ കാണുന്നത്. ഈ 3ലും ആദ്യത്തതിൽ വന്നിരിക്കുന്ന ബഅദ ഖലീൽ എന്നുള്ളത് കുറച്ച് സമയത്തിന് ശേഷം, അതൊരു ഫിഇലല്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഒഴിവാക്കിയിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഫിഇൽ കൊണ്ട് തുടങ്ങുന്ന ജുംലകളാണ്. ഫിഇൽ കൊണ്ട് തുടങ്ങുന്ന ജുംലകളാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ബഅദ ഖലീൽ ഒഴിവാക്കി അതിൻ്റെ ബാക്കി എടുത്ത് എഴുതി. അതുപോലെ തൊട്ട് മുമ്പിൽ ഇസ് ലറബ എന്നാണ് വന്നിരുന്നത്. അവിടെ ഇസ് എന്നുള്ളത് നമ്മൾ ഒഴിവാക്കിയത്. ഇസ് ഹർഫാണ്, അതിനെ ഒഴിവാക്കിയപ്പോഴാണ് ലറബ എന്നുള്ള ഫിഇൽ കൊണ്ട് തുടങ്ങുന്നത്. വയതമവ്വജു എന്നുള്ളതിൽ വാ ഹർഫാണ്, ഹർഫിനെ ഒഴിവാക്കി ഫിഇൽ കൊണ്ട് യതമവ്വജു എന്ന ഫിഇൽ കൊണ്ട് നമ്മൾ തുടങ്ങുകയുമാണ് ചെയ്തിരിക്കുന്നത്. തൊട്ടടുത്ത പേജിലെ 83-ാമത്തെ പേജിൽ ഇതുമായി ബന്ധപ്പെട്ട ഫിഇൽ കൊണ്ട് തുടങ്ങുന്ന ജുംലകൾ നമ്മൾ സ്വന്തം ഉണ്ടാക്കി എഴുതുകയാണ് വേണ്ടത്. അവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ 4 ഫിഇലുകൾ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ബോക്സിലുള്ള ഫിഇലുകളുടെ അർത്ഥം നോക്കാം. സഖത്ത വീണു എന്നാണ്. ആനക നമ്മൾ പഠിച്ചതാണ്, ആലിംഗനം ചെയ്തു, കെട്ടിപ്പിടിച്ചു. യദ്രിബു അടിക്കുന്നു. യഖ്ബിളു പിടിക്കുന്നു. ഈ 4 ഫിഇലുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം തന്നിരിക്കുന്ന സഖത്ത വീണു എന്നുള്ളത് ചിത്രങ്ങളിൽ അവസാനം വന്നിരിക്കുന്നതാണ്. സഖത്ത വീണു. ആ സഖത്ത വെച്ചുകൊണ്ട് നമുക്ക് ആദ്യം ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാം. സഖത്ത വീണു. ആരാണ് വീണത്? ഫാഇൽ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ കളിക്കുന്ന ആളായതുകൊണ്ട് നമുക്ക് ലാഇബ്, പ്ലെയർ അല്ലെങ്കിൽ കളിക്കാരൻ എന്ന് കൊടുക്കാം. സഖത്തൽ ലാഇബു അലൽ മൈദാൻ. ഗ്രൗണ്ടിൽ വീണു. സഖത്തൽ ലാഇബു മൈദാൻ. പ്ലെയർ മൈദാനത്ത് വീണു. രണ്ടാമത്തത് ആനക്ക, കെട്ടിപ്പിടിച്ചു. ഇവിടെ ആനക്ക നമുക്ക് ഈ ചിത്രമാണ് കാണുന്നത്, കെട്ടിപ്പിടിക്കുന്ന ചിത്രം. ആനക്ക ആരാണ് കെട്ടിപ്പിടിക്കുന്നത്? ഇവിടെയും നമുക്ക് ലാഇബാണ് കെട്ടിപ്പിടിക്കുന്നത്. ആരെയാണ് കെട്ടിപ്പിടിക്കുന്നത്? നമ്മുടെ ഹക്കമുൽ മുബാറയാണ് അവിടെ കെട്ടിപ്പിടിക്കുന്നത്, റഫറിയെയാണ്
കെട്ടിപ്പിടിക്കുന്നത്. ആനക്കൽ ലാഇബു ഹക്കമുൽ മുബാറ. ആനക്കൽ ലാഇബു കളിക്കാരൻ കെട്ടിപ്പിടിച്ചു. ഹക്കമുൽ മുബാറ റഫറിയെ കെട്ടിപ്പിടിച്ചു. അടുത്തത് യളരിബു അടിക്കുന്നു എന്നുള്ളതാണ്. യളരിബു ഒന്നാമത്തെ ചിത്രമാണ് നമുക്ക് അടിക്കുന്നതായിട്ട് കാണുന്നത്. യളരിബു ആരാണ് അടിക്കുന്നത്? പ്ലെയർ ആണ് അല്ലെ. യളരിബുൽ ലാഇബു കുറത്തിൽ ഖദം കളിക്കാരൻ ഫുട്ബോൾ അടിക്കുന്നു. എവിടത്തേക്കാണ്? ഇലൽ മർമ ഗോൾ പോസ്റ്റിലേക്ക്. യളരിബു ലാഇബു കുറത്തിൽ ഖദം ഇലൽ മർമ ഗോൾ പോസ്റ്റിലേക്ക് കളിക്കാരൻ ബോൾ അടിക്കുന്നു. അവസാനത്തത് യഖ്ബിൽ പിടിക്കുന്നു. ആരാണ് ഇവിടെ പിടിക്കുന്നത്? നമ്മുടെ ഗോൾ കീപ്പറാണ് പിടിക്കുന്നത്. യഖ്ബിലു ഹാരിസുൽ മർമ ഗോൾ കീപ്പർ ഹാരിസുൽ മർമ. യഖ്ബിലു ഹാരിസുൽ മർമ അൽ ഖുറത